ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് വന്നിരിക്കുന്നത്. അതും തേങ്ങാപ്പാലൊന്നും വയ്ക്കാതെ കേട്ടോ. അപ്പോൾ ഈ പാൻ ചൂടായപ്പോൾ ആദ്യം കുറച്ച് ബട്ടറും അതേപോലെ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യണില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഗ്രാമ്പും പട്ടയും ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അതേ നന്നായി പട്ടയൊക്കെ മൂത്ത് നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു സ്മെല്ലാട്ടോ ഈ മസാലയുടെ. ഏകദേശം നമ്മൾ പനീർ മസാല ഉണ്ടാക്കില്ലേ, അപ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലാണ് ഈ മസാല മൂത്ത് വന്നപ്പോൾ. ഇനിയിപ്പോൾ അതിലേക്ക് വീണ്ടും നമ്മൾ സബോളയും പച്ചമുളകും വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സബോള ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി സബോളനെ നല്ല പോലെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒറ്റ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സബോള ഏകദേശം വാടി വന്നപ്പോൾ, മുക്കാൽ ഭാഗം വാടി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഈ ചതച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എല്ലായ്പ്പോഴും നമ്മുടെ കയ്യിൽ പേസ്റ്റൊന്നും ഉണ്ടാവില്ലല്ലോ. ചിലപ്പോൾ ഞാൻ മിക്കപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ചിലപ്പോൾ കഴിയുമ്പോൾ പിന്നെ മടിയായിട്ട് അങ്ങനെ വെക്കും. ഇനി ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചക്കുത്ത് മാറിയപ്പോൾ അതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റാം. പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം, നമ്മൾ ചില മസാലക്കറികൾ വെക്കുമ്പോൾ മല്ലിയുടെ കുത്ത് കുറച്ച് ഒരു കനപ്പ് പോലെ നമുക്ക് മുന്നിട്ട് നിൽക്കുന്നത് തോന്നാട്ടോ. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് നാളികേരപ്പാൽ അധികം വെള്ളം ഒഴിക്കാതെ നല്ല കട്ടിയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. അതേപോലെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അധികം പുളിയില്ലാത്ത തൈരില്ലേ, അത് നന്നായി ഉടച്ച് ചേർത്ത് കൊടുത്താൽ ഒരു കട്ടിപ്പ് മാറിക്കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായി വറ്റിച്ചെടുക്കണം നമ്മുടെ കറി. പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടിയും. കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തത് ഒരു കളറിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഈ തക്കാളി ചെറുതായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മസാലക്കറിയിലുണ്ടല്ലോ നമ്മൾ സാധാരണ ചേർക്കുന്ന മുളക് പൊടിയിനേക്കാളും കുറവാട്ടോ മുളക് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മളെ കാശ്മീരി ചില്ലിക്ക് ഉണ്ടല്ലോ സാധാരണ എരിവ് ഉണ്ടാവില്ല എന്നാണ് പറയാറ്. പക്ഷെ നമ്മുടെ ഈ മുളക് പൊടിക്ക് ചെറിയൊരു എരിവും കൂടി ഉണ്ട് കേട്ടോ. അടച്ചു വെച്ച് ആ തക്കാളി ഒന്ന് വഴണ്ട് വരാനായിട്ട് നന്നായി ഒന്ന് വെന്തുടഞ്ഞ് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കി. അപ്പോൾ തക്കാളി പെട്ടെന്ന് വാടി കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടായാലും നമുക്ക് അതൊന്ന് വാടി വരാനായിട്ട് വെക്കാം കേട്ടോ. അതേ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് ഇപ്പം മൂടി വെച്ചത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി തന്നെ ഇതേപോലെ നന്നായി ഉടച്ചെടുക്കാം. ഇനി നമ്മുടെ കറിയിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനൊരു ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാനുള്ള അളവിലാട്ടത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി വെള്ളമൊക്കെ നന്നായി തിളച്ച് വരണേ. ഇതിലേക്ക് കുറച്ച് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ഈ ഗ്രേവി നന്നായി തിളച്ച് അതിലത്തെ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് തെളിഞ്ഞ് വരണം. തിളയ്ക്കുന്ന വരെ നമ്മൾ തീ ഫുള്ളതിൽ ഇട്ട് കൊടുക്കുക. അത് കഴിയുമ്പോൾ കുറച്ച് വെച്ച് സിമ്മിൽ വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച്. അത് ഓപ്ഷണലാണ്. അപ്പോൾ ആ മസാലയുടെയും അതേപോലെ ഒരു കനപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ. ചെറുതായിട്ട് ഇനി കുറച്ച് കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ കസ്തൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ദാബ സ്റ്റൈലിലൊക്കെ ഉള്ള ഒരു എഗ്ഗ് കറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ അതിന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതേപോലെ നന്നായി തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി കുറുകി നല്ലൊരു തിക്ക് ഗ്രേവി പരിവായിട്ട് വന്നിട്ടുണ്ട്.
നല്ല സ്മെല്ലാട്ടോ മസാലയുടെ. ഈ മസാല തന്നെ ഇങ്ങനെ വെറുതെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മുട്ടയില്ലെങ്കിലും ഈ ഒരു ഗ്രേവി മാത്രമായിട്ട് നമുക്ക് പൊറോട്ടയോ ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ മുട്ടയ്ക്ക് പകരം നമുക്ക് പനീറൊക്കെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ, സൂപ്പറായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ മുട്ടയിലേക്ക് നന്നായി മസാല പിടിക്കും കേട്ടോ, ആ മുട്ടയുടെ ഉള്ളിലേക്ക്. അതിന് വേണ്ടിയിട്ടാണ് വരഞ്ഞിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലൊന്ന് കുറച്ച് നേരം ഒന്ന് മുട്ട റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും സൂപ്പറായിരിക്കും. അപ്പോൾ കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ മുട്ടയുടെ തൊണ്ടുമൊക്കെ ഒരു മഞ്ഞ കളറിലിങ്ങനെ ഇരിക്കുക, അതേപോലെ കിട്ടും. പക്ഷെ ഒരു കാര്യം, ആ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ കുറച്ച് ഹാർഡായിട്ടിരിക്കുന്നത് മാത്രം. ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ വൈറ്റ് ഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി മുട്ടയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഞാൻ ഇതിനൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-6 മിനിറ്റും കൂടി മൂടി വെച്ച് ആക്കുന്നുള്ളൂ, മുട്ടയിലേക്കൊക്കെ ഒന്ന് നന്നായി മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്ന് നോക്കി, കണ്ട നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ എളുപ്പത്തിൽ മുട്ടക്കറി ഒന്ന് തയ്യാറാക്കി നോക്കുക. അധികം പാടൊന്നുമില്ലല്ലോ. അതേ 2 മുട്ട മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ബാക്കി പിള്ളേർക്ക് ഇഷ്ടമില്ലാത്ത കാരണം അവർക്കൊക്കെ പുഴുങ്ങി വെച്ചത് അങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.